പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം ഇത് കുട്ടനാട് നമ്മുടെ സംസ്ഥാനത്തല്ലേ. തീർച്ചയായിട്ടും. കാരണം അവര് ഇപ്പം എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ വിളിച്ചിട്ട് എന്റെ സ്ഥലത്തോട്ട് വന്നേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മളെല്ലാവരും ഇതിന്റെയൊക്കെ ഓട്ടത്തിലായിരുന്നത് കൊണ്ട് ഈ ആൾക്കാരെ രക്ഷപ്പെടുത്താനൊക്കെ ആയതുകൊണ്ട് മുഖ്യമന്ത്രി വരിക അല്ലെങ്കിൽ മന്ത്രിമാർ വരിക, ഇവരെ നമ്മൾ സ്വീകരിച്ച് കൊണ്ടു നടക്കാനുള്ള സമയമല്ല നമുക്കിപ്പോൾ ഉള്ളത്. കുട്ടനാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായ മണ്ഡലം കുട്ടനാടാണ്. പക്ഷെ അവിടേക്ക് ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറ്റു പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ കുട്ടനാടിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണോ? അത് MLA ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയം? അങ്ങനെ ആയിരിക്കില്ല, എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ പുള്ളിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. കാരണം പറയാൻ ഇങ്ങനെ, കാരണം നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ വീടുകളെല്ലാം ഒരു വീടുമില്ല വെള്ളം കയറാത്ത. കാരണം എല്ലാവരും, കാരണം കുട്ടനാട് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ക്യാമ്പിൽ ആൾ കുറവായിരിക്കും. പക്ഷേ കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ ഇന്നലെ ലോറിയിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അതേ കൂട്ട് വെള്ളം പൊങ്ങുന്ന കാണുമ്പോഴേ അവർ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. കാരണം കഷ്ടപ്പെടാം, വളരെ വലിയൊരു കഷ്ടപ്പാടാണ്. അങ്ങനെ എല്ലാവരും പാലായനം ചെയ്ത് പുറത്ത് പോയി താമസിക്കുക. കാരണം ചങ്ങനാശ്ശേരി, തിരുവല്ല, എറണാകുളം, ഇന്നലെ കുടുംബങ്ങളെ എറണാകുളത്ത് മക്കളുടെയൊക്കെ കയറി പോകുന്നവരുണ്ട്. അവരിട്ടുകൊണ്ട് വരുന്ന നൈറ്റിയും കൈലി കൊടുത്തോണ്ടാണ് അവർ പോകുന്നത്. കാരണം അവരുടെ എല്ലാം നനഞ്ഞ് പോയി, ഒരു ഡ്രസ്സും വേറെ എടുക്കാൻ പോലും ഇല്ല. വളരെ വലിയൊരു അവസ്ഥയാണ് കുട്ടനാട്ടിൽ. ഇത്രയും വലിയ പ്രതിസന്ധികളെ കുട്ടനാട് MLA വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രിയെ ഫോണിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാഹചര്യമാണ്. ഞാനിപ്പോൾ രാവിലെ പലവട്ടം കണ്ടു. ഇന്നലെ ഒന്നും നമുക്ക് എന്നെ കൊണ്ട് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നത് കൊണ്ട് അത്ര ഒരു നിർബന്ധം ഞാൻ കൊടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ലിജു നമ്മുടെ ചാർജുള്ള മന്ത്രിയെയും വിളിച്ചു. അവരിപ്പം ക്യാബിനറ്റ് മീറ്റിങ്ങിലോട്ട് കയറുന്നു. അതിരാവിലെ കിട്ടിയില്ല. അതിപ്പം മീറ്റിങ്ങിൽ കയറി. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിയോണ്ട് എന്നെ തിരിച്ചു വിളിക്കണം. കാരണം ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെ ഇപ്പം, കാരണം ഈ നമുക്ക് എന്താണോ ഇപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പോലും ഇതുവരെ കുട്ടനാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമല്ലേ അത്? കാരണം ജില്ലയിലെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നോട് പുള്ളി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അങ്ങനെയും ഒരു ഇതുണ്ട്. കാരണം ആരും വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവരോട് ഞാൻ പറഞ്ഞു, ഞാനുണ്ട്. ഞാൻ എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും എത്തുന്നുണ്ട്. അത് റോഡിൽ കൂടെ പോകാൻ പറ്റുന്നിടത്ത് റോഡിൽ കൂടെ പോകുന്നുണ്ട്, വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുന്നിടത്ത് എല്ലാ റിസ്ക്കും എടുത്ത് ഇന്നലെ നിങ്ങൾ കണ്ടതാണ്. നമ്മളെല്ലാവരും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം അത് ഭയങ്കര ഒഴുക്കുള്ള, നമ്മൾ അവിടെ എന്തെങ്കിലും സംബന്ധിച്ച് നമ്മളെ ആരും ഒരുത്തരെയും കിട്ടത്തില്ലായിരുന്നു. കാരണം അത്ര ഒരു സ്ഥലമായിരുന്നു അത്. അതേ കൂട്ടർ ആറ്റിലെ വെള്ളം, അല്ല ഒരു കണ്ടത്തിൽ കൂടെ ഉള്ള വെള്ളത്തിൽ കൂടെ നമ്മൾ പോയതല്ല, ആറ്റിലെ വലിയൊരു ഒഴുക്കിലായിരുന്നു. ഒന്നും കുഴപ്പമില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ഇതിനൊക്കെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ. കുട്ടനാടിൽ മാറണം. കുട്ടനാടിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടാണ് മണ്ണും ചെളിയും മാറ്റി, ഈ പായലും കടകലും മാറ്റി തോടുകൾ വൃത്തിയാക്കിയാൽ ഈ ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും എളുപ്പം. കാരണം അവർക്ക് പരിചയമുണ്ട് വെള്ളത്തിലിറങ്ങാനും പോകാനും. പക്ഷേ അവർക്ക് ചവിട്ടി നിൽക്കാൻ പറ്റാത്ത രീതി കടകലും അഴുക്കും കിടക്കുന്ന ഒരു തോട്ടിൽ എങ്ങനെ ഇറങ്ങും? എങ്ങനെ ഇറങ്ങും? MLA എന്ന് പറഞ്ഞ് താങ്കൾ ജൂറിസ്ഡിക്ഷൻ ലംഘിച്ച് ഇവിടെ വന്നു. ഇനിയൊരു അങ്ങനെ ഈ അപകടകാലത്ത് അങ്ങനെ ഒരു വിവാദം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഒരു വിവാദത്തെയും ഞാൻ കാര്യമാക്കുന്നില്ല. ആർക്കെന്ത് വിവാദവും കൊണ്ടുവരാം. ഞാൻ പറയാനുള്ളത് എവിടെയും പറയും, അതിനൊരു സംശയമില്ല. അതാരാണേലും പറയും, എവിടെയാണേലും പറയും. കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രതിബദ്ധത ആരോടുമില്ല. എന്നെ തെരഞ്ഞെടുത്ത കുട്ടനാട്ടിലെ ജനങ്ങളാണ്. അവർക്ക് വേണ്ടി എവിടെ പോയി എന്ത് ചെയ്യണമെന്നോ വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്യും. മുഖ്യമന്ത്രി, മന്ത്രിമാരും എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം ഇത് കുട്ടനാട് നമ്മുടെ സംസ്ഥാനത്തല്ലേ. തീർച്ചയായിട്ടും. കാരണം അവര് ഇപ്പം എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ വിളിച്ചിട്ട് എന്റെ സ്ഥലത്തോട്ട് വന്നേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മളെല്ലാവരും ഇതിന്റെയൊക്കെ ഓട്ടത്തിലായിരുന്നത് കൊണ്ട് ഈ ആൾക്കാരെ രക്ഷപ്പെടുത്താനൊക്കെ ആയതുകൊണ്ട് മുഖ്യമന്ത്രി വരിക അല്ലെങ്കിൽ മന്ത്രിമാർ വരിക, ഇവരെ നമ്മൾ സ്വീകരിച്ച് കൊണ്ടു നടക്കാനുള്ള സമയമല്ല നമുക്കിപ്പോൾ ഉള്ളത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോട്ടല്ല ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ നാട്ടുകാരുണ്ട്, എല്ലാവരും എവിടെ ചെന്നാലും ജനങ്ങൾ, ചെറുപ്പക്കാർ എല്ലാം ജാതിമത രാഷ്ട്രീയമന്യേ റോഡിലിറങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും പറയുന്ന സാധനങ്ങൾ അന്നേരം എത്തുകയും എല്ലാ ക്യാമ്പിലും ഇല്ലാത്തതിൻ്റെ കുറവ് നികത്താൻ ദൈവം അനുഗ്രഹിച്ച് ഞാനുണ്ട്, അത് നികത്തും.